ആര് നാട് ഭരിക്കുമെന്ന് ഇന്നറിയാം. കഴിഞ്ഞ 10 ദിവസമായിട്ട് നമ്മുടെ സംസ്ഥാനം ഏറെ ഉദ്വേഗത്തോടുകൂടി കാത്തിരിക്കുന്ന മുഖ്യമന്ത്രി പ്രഖ്യാപനം ഇന്ന് എന്താണെങ്കിലും ഉണ്ടാവും. ഉച്ചയ്ക്ക് 1 മണിക്ക് കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി യോഗം KPCC ആസ്ഥാനത്ത് ചേരുന്നുണ്ട്. യോഗത്തിന് ശേഷമാകും ഒരു ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുന്നത് എന്നാണ് നിലവിലെ പ്രതീക്ഷ. ഡൽഹിയിൽ നിന്ന് ശരത് ലാലും, ഇന്ദിരാഭവനിൽ നിന്ന് ബിനിൽ ലീല സാബുവും, ആലുവ ദേശത്തെ VD സതീശന്റെ വീട്ടിൽ നിന്ന് മനീഷ് ഐഷ മാത്യു നമുക്കൊപ്പം തത്സമയം ചേരും. ആദ്യം ഡൽഹിയിലേക്ക് പോവുകയാണ്. ഡൽഹിയിലായിരുന്നു ഇന്നലെ മുഴുവൻ കണ്ണുകളൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡൽഹിയിലെ നീക്കങ്ങളും ചർച്ചകളൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് അറിയണം. ഇന്നുകൂടി ശരത് ലാലുണ്ട്. ശരത്ത്, ഗുഡ് മോർണിംഗ്. ഇങ്ങനെ ഇന്നലെ ഏറെ വൈകിയും ഡൽഹിയിലേക്ക് തന്നെ നോക്കുന്നുണ്ടായിരുന്നു. എന്താണ് ഡൽഹിയിൽ നടക്കുന്ന നീക്കങ്ങളെന്ന്. രാഹുൽ ഗാന്ധി, മല്ലികാർജ്ജുൻ ഖാർഗെ കൂടിക്കാഴ്ചകൾ നടന്നു. അതിന് പിന്നാലെ ജയറാം രമേശ് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വീട്ടിലേക്കെത്തി. അതിനുശേഷം അവർ തമ്മിൽ സംസാരിച്ചു. പിന്നെ അദ്ദേഹം പുറത്തു വന്നതിന് പിന്നാലെയാണ് ഈ ഒരു പ്രഖ്യാപനം അദ്ദേഹം തന്നെ നടത്തിയത്. ഇന്ന് മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുമെന്ന്. ഡൽഹിയിൽ ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചർച്ചകൾ നടക്കുന്നുണ്ടോ? ഡൽഹി കേന്ദ്രീകരിച്ച് ഹൈക്കമാൻഡിനെ സംബന്ധിച്ച് വിവരങ്ങൾ എങ്ങനെയാണ്? ഈ ഡൽഹിയിൽ നിന്ന് ഇനിയൊരു നിർദ്ദേശം നേതാക്കൾക്ക് പോകേണ്ടതുണ്ട്. അപ്പോൾ പ്രഖ്യാപനം ഡൽഹിയിൽ നിന്നാണോ അതോ കേരളത്തിൽ നിന്നാണോ? എന്തൊക്കെയാണ് ഒരു ലാസ്റ്റ് അപ്ഡേറ്റ് ശരത്ത്? സേതുലക്ഷ്മി, ഗുഡ് മോർണിംഗ്. അതായത് കോൺഗ്രസ് നേതൃത്വം രാഹുൽ ഗാന്ധിയും അതേപോലെ ഖാർഗെയും അവസാന നിമിഷം വരെ സസ്പെൻസ് നിലനിർത്തുന്നു എന്നാണ് നമുക്ക് പറയാൻ കഴിയുള്ളൂ. മുഖ്യമന്ത്രി ആരെന്നത് 1 മണിക്ക് വളരെ കൃത്യതയോടെ തന്നെ പാർലമെന്ററി പാർട്ടി യോഗം, അതായത് നിയമസഭാ കക്ഷി യോഗത്തിൽ പ്രഖ്യാപിക്കും. അതിനുവേണ്ടി നിരീക്ഷകർ ഇന്ന് കേരളത്തിലേക്ക് തിരിച്ചിട്ടുണ്ട്. മുഗൾ വാസനിക്കും അതേപോലെ തന്നെ അജയ് മാക്കനും. അവർ ഹൈക്കമാൻഡ് തീരുമാനം ഔദ്യോഗികമായി MLA-മാരെ അറിയിക്കും. അവിടെ വെച്ച് തന്നെ മുഖ്യമന്ത്രി പ്രഖ്യാപിക്കും. അവിടെ വെച്ച് തന്നെ പാർലമെന്ററി പാർട്ടി നേതാവായി മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുന്ന നിയുക്ത മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കും. ആ നിയുക്ത മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിയുക്ത മുഖ്യമന്ത്രി ഘടകകക്ഷി ലീഗ്, RSP, അതേപോലെ തന്നെ കേരള അവരുടെ കക്ഷി നേതാക്കളുടെയും അല്ല അവരുടെ ഘടകകക്ഷി നേതാക്കളുടെയും കൂടി ഗവർണറെ കാണുകയും മന്ത്രിസഭാ രൂപീകരണത്തിന് ശുപാർശ ചെയ്യുകയും ചെയ്യും. ഇതാണ് ഇവിടെ ഇന്നലെ എടുത്ത തീരുമാനത്തിന് രത്ന ചുരുക്കം. അതുമാത്രമല്ല, ഇന്നലെ 5:40 അല്ലെങ്കിൽ ഖാർഗെയും അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയും സംസാരിക്കുന്നതിന് മുമ്പേ ഡൽഹിയിൽ എത്താൻ കഴിയാത്ത മുതിർന്ന കോൺഗ്രസ് നേതാക്കളെ ടെലിഫോണിൽ കൂടി രാഹുൽ ഗാന്ധി വിളിച്ചിരുന്നു. അതിൽ പ്രധാനപ്പെട്ട മുല്ലപ്പള്ളി രാമചന്ദ്രൻ, അടൂർ പ്രകാശ്, കൊടിക്കുന്നിൽ സുരേഷ്, അതേപോലെ തന്നെ AK ആന്റണി. ഇതിൽ AK ആന്റണി ഇവിടെ വിളിച്ച് സംസാരിച്ചത് നിർണായകമാണ്. ഈ സംസാരത്തിന് ശേഷം മാത്രമാണ് ഖാർഗെയെ കാണാൻ രാഹുൽ ഗാന്ധി ഖാർഗെയുടെ വസതിയിലെത്തിയത്. ഇത് ഖാർഗെ വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ അവർ തീരുമാനത്തിലെത്തിയും ഈ തീരുമാനം പുറത്തു പോകരുത് എന്ന് കർക്കശ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഇന്ന് 12 മണിക്ക് മാത്രമേ ശരി. ഓക്കെ. അപ്പം ഡൽഹി കേന്ദ്രീകരിച്ചുള്ള നീക്കങ്ങൾ പറയുകയായിരുന്നു ശരത്തിൽ. ഇനിയിപ്പോൾ നമുക്ക് കേരളത്തിലേക്ക് വരണം. ഇന്ദിരാഭവനിലെ നീക്കങ്ങൾ എങ്ങനെയാണെന്ന് അറിയണം. ഒപ്പം ആലുവയിലെ ദേശത്തെ VD സതീശന്റെ വീട്ടിൽ നിന്ന് മനീഷ് കൂടി നമുക്കൊപ്പം തത്സമയം ചേരും. ആദ്യം ബിനിലിലേക്കാണ്. ബിനിൽ, ഗുഡ് മോർണിംഗ്. ഇനിയിപ്പോൾ കണ്ണുകളൊക്കെ ഡൽഹിയിലേക്കല്ല, തിരുവനന്തപുരത്തേക്കാണ്, ഇന്ദിരാഭവനിലേക്കാണ്. ഇന്ന് ഉച്ചയ്ക്ക് ചേരുന്ന യോഗശേഷം ഒരു പ്രഖ്യാപനം. ഇതാണ് കേരളം പ്രതീക്ഷിക്കുന്നത്. കേരളത്തിലെ മുഖ്യമന്ത്രി ആര് എന്ന ചോദ്യമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉയർന്നത്. എന്തായാലും ആ ചോദ്യത്തിന് ഇന്ന് അവസാനമാകും. ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് അക്കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. നിയമസഭാ കക്ഷി യോഗം ഇന്ന് ചേരും. അതിപ്പോൾ ഉച്ചയ്ക്ക് 1 മണിക്കാണ് ആ യോഗം തീരുമാനിച്ചിട്ടുള്ളത്. അതിൽ നേരത്തെ തീരുമാനിച്ചത് രാവിലെ 11 മണിക്കാണെങ്കിൽ ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് അത് മാറ്റുക. ചില MLA-മാർ ഇവിടേക്ക് എത്താൻ അസൗകര്യം അറിയിച്ചു. അതിനുവേണ്ടി സമയം മാറ്റുകയായിരുന്നു. കഴിഞ്ഞ 10 ദിവസം പരിശോധിച്ചാൽ ആരാകും കേരളത്തിലെ മുഖ്യമന്ത്രി എന്ന ചോദ്യം ചോദിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു മലയാളികൾ. അതോടൊപ്പം തന്നെ പ്രതിപക്ഷവും ഒരു പരിഹാസ രൂപേണ അത്തരം വിമർശനം ഉന്നയിച്ചതുമാണ്. അതിൽ നിർണായക കൂടിക്കാഴ്ചകൾ ഡൽഹിയിൽ നടന്നു. അതിനുശേഷമാണ് ഇന്നലെ ഏറ്റവും അവസാനത്തെ യോഗം ചേർന്നത്. തുടർന്ന് ജയറാം രമേശ് പുറത്തേക്ക് വന്ന് നാളെ പ്രഖ്യാപനം ഉണ്ടാകും എന്ന് അറിയിക്കുകയായിരുന്നു. ആ പ്രഖ്യാപനം ഇന്നാണ്.
കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുമെന്ന പ്രഖ്യാപനമാണ് ഇന്നലെ നടത്തിയത്. അതെന്തായാലും ഇന്ന് ഉണ്ടാകും. അവിടെ KC വേണുഗോപാൽ വരുമോ, അതോ VD സതീശൻ വരുമോ, അതോടൊപ്പം രമേശ് ചെന്നിത്തല, ഇതിൽ ആരാകും കേരളത്തിലെ മുഖ്യമന്ത്രി എന്ന ചോദ്യമാണ് പ്രധാനമായും ഉയരുന്നത്. ഏതായാലും ഇത് പാർലമെന്ററി പാർട്ടിയിൽ, അതായത് നിയമസഭാ കക്ഷി യോഗത്തിൽ പറഞ്ഞ ശേഷമാകും പുറത്തേക്കൊരു പരസ്യമായ ഒരു പ്രഖ്യാപനത്തിലേക്ക് കാര്യങ്ങൾ പോവുക. ഇപ്പോഴും രഹസ്യമാക്കി തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഒരു സൂചനയും ഒരു നേതാക്കൾക്കും ഇല്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. കോൺഗ്രസിന്റെ ഒരു പൊതു സ്വഭാവം പരിശോധിച്ചാൽ പലപ്പോഴും കാര്യങ്ങളൊക്കെ ചോർന്ന മാധ്യമങ്ങൾക്കും മറ്റ് പൊതുയിടങ്ങളിലേക്കൊക്കെ വരുന്നതാണ്. പക്ഷേ ഇവിടെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ആര് എന്ന ചോദ്യം തുടക്കം മുതലേ രഹസ്യ സ്വഭാവത്തിലാണ് മുന്നോട്ടേക്ക് പോകുന്നത്. അവിടെ ഒരു പക്ഷത്തിനും, അല്ലെങ്കിൽ ഇവിടെ MLA-മാർക്ക് കൂടുതൽ താല്പര്യം KC വേണുഗോപാലിനെ എന്ന് പറയുമ്പോൾ പോലും അവിടെ ജനപിന്തുണ, ഒരു പൊതുവികാരം VD സതീശന് അനുകൂലമായി നിൽക്കുന്നുണ്ട്. സീനിയോറിറ്റി അവകാശപ്പെട്ട് രമേശ് ചെന്നിത്തലയുമുണ്ട്. അങ്ങനെ 3 നേതാക്കളും അവകാശവാദങ്ങൾ ഉന്നയിച്ച് മുന്നോട്ട് പോവുകയാണ്. ആ ഘട്ടത്തിൽ പോലും ആർക്കാണ് മുൻതൂക്കം എന്നുള്ളൊരു കാര്യം പുറത്തേക്ക് വന്നിരുന്നില്ല. അല്ലെങ്കിൽ ഹൈക്കമാൻഡ് ആർക്കൊപ്പമാണ്, ഒറ്റ പേരിലേക്ക് എത്തിയോ, ആ പേര് ആരുടേതാണ് എന്ന് ഒരിക്കൽ പോലും പുറത്തേക്ക് വന്നിട്ടില്ല. ഇപ്പോൾ പോലും അത് പുറത്തേക്ക് വന്നിട്ടില്ല. എന്തായാലും ഇന്ന് നിയമസഭാ കക്ഷി യോഗത്തിൽ അത് അറിയിക്കും. അക്കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകും. അതിനുശേഷം ചില നിർണായക തീരുമാനങ്ങൾ കൂടി ഉണ്ടാകാനുണ്ട്. UDF-ന്റെ ഘടകകക്ഷികളുടെ ഒരു UDF യോഗം ചേരുന്നുണ്ട്. അതിൽ ഇന്നിപ്പോൾ 2 മണിക്ക് ഇവിടെ കേരള ജോസഫ് വിഭാഗം ഒരു യോഗം തീരുമാനിച്ചിട്ടുണ്ട്. അതിനുശേഷമാകും UDF-ന്റെ ഈ ഘടകകക്ഷികളുടെ യോഗം അപ്പോൾ ഒരുമിച്ച് ചേരുന്നത്. അപ്പോഴേക്കായിരിക്കും എന്തായാലും ഇന്ന് മുഖ്യമന്ത്രിയെ തീരുമാനിക്കും. ഈ അറിയേണ്ടത് മന്ത്രിമാർ ആരൊക്കെ എന്നാണ്. എന്തായാലും അത് വരും ദിവസങ്ങളിലും സജീവ ചർച്ചയായി വരുന്നത് ആ മന്ത്രി ചർച്ചകളാകും.